ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി റൈസിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. മന്തിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഈസി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്. മയോണൈസൊക്കെ കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഡു കമൻറ്റ്. ഓക്കെ, കുറച്ച് തൊണ്ടയ്ക്ക് ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് സൗണ്ട് ചെറിയ പ്രശ്നമുണ്ട്, ആരും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ചിക്കൻ സെറ്റാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ ചിക്കനിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഞാൻ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട്, ഓപ്ഷണലാണ്. ഇനി കുറച്ച് കസൂരി മേത്തി കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി അത് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസാണ്. ടൊമാറ്റോ, ക്യാപ്സിക്കം, ക്യാരറ്റ്, ഓണിയനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോട്ട് എടുത്ത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ഇതിലേക്ക് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് കുക്കായി വരുമ്പോഴാണ് ബാക്കി വെജിറ്റബിൾസ്. ടൊമാറ്റോ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. നമ്മൾ ഉള്ളി ആഡ് ചെയ്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റും ക്യാപ്സിക്കും ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ലാസ്റ്റാണ്, ഞാൻ പറഞ്ഞില്ലേ, ടൊമാറ്റോ കുക്ക് പെട്ടെന്നാവും, അതുകൊണ്ടാണ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് കുക്കായി വരാൻ വേണ്ടി കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യമായി കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ചാൽ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി നന്നായി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം മെൽറ്റായി വന്നിട്ട് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി. എരിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കാര്യമായിട്ട് നമ്മളിനി കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നന്നായി മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ മറന്നു പോയതാണ്. നിങ്ങളിത് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാൽ നന്നായിരിക്കും. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റൈസ് കുക്ക് ചെയ്യാനുള്ള ഉപ്പാണ് ആവശ്യമായിട്ടുള്ളത്, അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുതിർത്തി വെച്ച അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അരി ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കണം. അരിക്കും കൂടെ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ഡ്രൈ ലെമൺ കൂടി ആഡ് ചെയ്തിട്ട് ചോറൊന്ന് വേവിച്ചെടുക്കാം. ആ ടൈം കൊണ്ട് നമുക്കിനി ചിക്കൻ സെറ്റാക്കി എടുക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിപ്പോൾ ഒരു പോട്ടിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ചിക്കനും വെച്ച് നന്നായി മുരിച്ചെടുക്കണ്ട, ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. എന്നാൽ കുക്കായി വരും വേണം, നന്നായി മുരിയും വേണ്ട, ആ ഒരു ടൈപ്പിലെടുക്കണം. ഇതായിപ്പോൾ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ ചോറ് അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട്. ഫുള്ളായി വെള്ളം വറ്റിയിട്ടില്ല. ഈ ടൈമിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാൻ.
അപ്പോൾ ചോറിനും ചിക്കൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എല്ലാ ചിക്കനും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു 10 മിനിറ്റ്സ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മുടെ റൈസും ചിക്കനും ഒക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു മല്ലിയില കുറച്ച് ഗാർണിഷ് ചെയ്യാൻ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇപ്പം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. മന്തിയൊക്കെ